സംസ്ഥാനത്തെ ആശുപത്രികളിലടക്കം സ്വകാര്യ കമ്പനികൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ അനുവദിക്കപ്പെട്ട കാലാവധി കഴിഞ്ഞവ. കാലപ്പഴക്കമേറിയ ഉപകരണങ്ങൾ വഴി രോഗികൾക്കുണ്ടാകുന്നതാകട്ടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും. വിതരണം വ്യാപകമായതോടെ നിർത്തിവെക്കാൻ ഡ്രഗ്സ് കൺട്രോളറുടെ നിർദ്ദേശം. ജനം ബ്രേക്ക് ചെയ്യാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത രശ്മി കാർത്തിക വിവരങ്ങളുമായി ചേരുന്നു. രശ്മി, വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം. സംസ്ഥാനത്ത് വ്യാപകമായി വിതരണം ചെയ്യുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ, അതായത് സ്വകാര്യ മെഡിക്കൽ സ്റ്റോറുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന മെഡിക്കൽ ഉപകരണങ്ങളാണ് ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞതായി പരാതി ലഭിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ മാനുഫാക്ചറിംഗ് ഡേറ്റ് മാത്രമാണ് ഈ സ്വകാര്യ കമ്പനികൾ രേഖപ്പെടുത്തുന്നത്. അതിന്റെ എക്സ്പയറി ഡേറ്റ്, എന്നാണ് അതിന്റെ കാലാവധി അവസാനിക്കുന്നത് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്താതെയാണ് ഇത് വ്യാപകമായി വിതരണം ചെയ്യുന്നത്. വർഷങ്ങളായി തന്നെ ഈ ഒരു മെഡിക്കൽ ഉപകരണങ്ങൾ പലയിടങ്ങളിൽ നൽകുന്നത് അത് തുടർക്കഥയാവുകയാണ്. ഇത് നിർത്തിവെക്കാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, ഒരാഴ്ചയ്ക്ക് മുൻപ് ഡ്രഗ്സ് കൺട്രോളർ തിരുവനന്തപുരം ജില്ലയിലും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ആ നിർദ്ദേശത്തിന് ശേഷവും ഇതിന്റെ വിതരണം വ്യാപകമാവുകയാണ്. നേരത്തെ നമ്മൾ ഈ മരുന്നുകളുടെ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ ഉണ്ട്, കാലപ്പഴക്കം കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്ത വാർത്തയൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് മരുന്നുകൾ അകത്ത് കഴിക്കുന്നത്, ഇത് മെഡിക്കൽ ഉപകരണങ്ങളാണ്. അതായത് ശരീരത്തിന് പുറത്ത് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഡിവൈസുകൾ, കഴുത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഫിലാഡൽഫിയ കോളർ, അതോടൊപ്പം തന്നെ കൈകളിലൊക്കെ കൈ ഒടിഞ്ഞതിന് ശേഷം നമ്മൾ കൈ ഹാങ് ചെയ്യുന്ന ബാഗുകൾ, കാലുകളിൽ ഇടുന്ന ബാൻഡേജുകൾ പോലെയുള്ള ബാഗുകൾ, ഇതൊക്കെയാണ് ഈ ഒരു ഉപകരണങ്ങളിൽ പെടുന്നത്. ഇത് ശരീരത്തിന്റെ പുറത്ത് ഉപയോഗിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇതിന് കാലപ്പഴക്കം പ്രശ്നമുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ കഴുത്തിലാണെങ്കിലും മറ്റിടങ്ങളിലാണെങ്കിലും സർജറി ചെയ്തതിനു ശേഷം അതിന് പുറത്തായിരിക്കും ചിലപ്പോൾ ഈ ഫിലാഡൽഫിയ കോളർ ഉൾപ്പെടെ അത്തരത്തിലാണ് ഉപയോഗിക്കുക. ഇതിന് കൃത്യമായി തന്നെ എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് അതിന്റെ ചട്ടം. അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് കാലപ്പഴക്കം കഴിഞ്ഞും ഉപയോഗിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. നമ്മൾ ചില അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഭേദമാകുന്നതിന് വേണ്ടിയാണ് ആശുപത്രിയിൽ എത്തുന്നത്. പക്ഷേ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. സ്കിൻ ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ, സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്നതിന് കാരണമാകും, അല്ലെങ്കിൽ ആ മുറിവിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും. ഇതിലെ കണ്ടന്റ് ശരീരത്തിന് അകത്തേക്ക് പ്രവേശിച്ച് മറ്റ് അവയവങ്ങളെ അത് ബാധിക്കുന്നതിനുള്ള പ്രശ്നം ഉണ്ടാക്കും. ഇത്തരത്തിൽ ഈ മെഡിക്കൽ ഉപകരണങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ അത് കാലാവധി കഴിഞ്ഞും നമ്മൾ അത്തരത്തിൽ ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. ഇത് ആരോഗ്യ വകുപ്പിന്റെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്. വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട പരാതി നിലനിൽക്കുന്നുണ്ട്. ഈ ഉപകരണങ്ങൾ പല മെഡിക്കൽ സ്റ്റോറുകളിലും അത് വിതരണം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കാലാവധി കഴിഞ്ഞോ കഴിഞ്ഞില്ലയോ എന്നൊന്നും നോക്കാതെയാണ് ആളുകൾ വാങ്ങിച്ചത് ഉപയോഗിക്കുന്നത്. ഇതിൽ ആരോഗ്യ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. ഡ്രഗ്സ് കൺട്രോളർ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം ചില ജില്ലകളിലാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും ഇത് വ്യാപകമായി വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അതോടൊപ്പം തന്നെ ഈ ചട്ടം അനുസരിച്ച് ഇതിന് കാലപ്പഴക്കം കൃത്യമായി രേഖപ്പെടുത്തണം എന്നുള്ള ഒരു നിയമം കൂടിയുണ്ട്. ആ നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഏതാണ്ട് പൂർണ്ണമായും അവതാളത്തിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെ ആരോഗ്യത്തിന് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും വകുപ്പ് കൽപ്പിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഈ കാലപ്പഴക്കം ചെയ്യുന്ന ഉപകരണങ്ങളുടെ വിതരണമൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തി അതിൽ അടിയന്തരമായിട്ടൊരു ഇടപെടലാണ് ആവശ്യമായിട്ടുള്ളത്. ഈ മരുന്നുകളാണെങ്കിലും മറ്റു ഉപകരണങ്ങളൊക്കെ തന്നെ അതിന് കൃത്യമായ കാലപരിധിയുണ്ട്. ആ കാലപരിധിക്ക് ശേഷം ഉപയോഗിക്കുന്നത് തന്നെ. ഈ ചില മരുന്നുകളുടെ ക്വാളിറ്റിയുടെ പ്രശ്നം നമ്മൾ നേരത്തെ വാർത്ത ചെയ്തിരുന്നു. അതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ കുറെ കാലത്തിന് ശേഷം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് പലതരത്തിൽ പിന്നീടായിരിക്കും നമുക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഏതായാലും വ്യാപകമായി ഇത് സംസ്ഥാനമൊട്ടാകെ വിതരണം ചെയ്യുകയാണ്. കേരളത്തിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും ഈ സ്വകാര്യ കമ്പനികൾ വ്യാപകമായി ഇത് വിതരണം ചെയ്യുന്നുണ്ട്. ഈ സ്വകാര്യ കമ്പനികൾക്ക് പിന്നിൽ ചില ഉന്നതരുണ്ട് എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. കാരണം ഇത് യഥേഷ്ടം ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഡ്രഗ്സ് കൺട്രോളർ ഓഫീസിൽ ഉൾപ്പെടെ ഈ സ്വകാര്യ കമ്പനികൾ എത്തി അവരെ സ്വാധീനിക്കാനുള്ള ചില ശ്രമം നടത്തുന്നതായും വിവരമുണ്ട്. ഇത്തരത്തിൽ എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്താത്ത ഉപകരണങ്ങൾ യഥേഷ്ടം വിറ്റഴിക്കുന്നതിനായിട്ട് ഇതിൽ ഉന്നതരുടെ ഒരു പിന്തുണ കൂടി ഉണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്രത്തോളം കാലങ്ങളായിട്ടും ഇതിൽ നടപടി ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, അടിയന്തരമായ ഒരു ഇടപെടൽ. ഇത്തരത്തിലുള്ള സ്വകാര്യ കമ്പനികൾ അവരുടെ ഇഷ്ടപ്രകാരം ഈ ഉപകരണങ്ങൾ ഒട്ടാകെ സംസ്ഥാനത്തും മറ്റിടങ്ങളിലും ഒക്കെ വ്യാപകമായി വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കണം എന്നുള്ളതാണ് ഉയരുന്നൊരു ആവശ്യം. കൃത്യമായി അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്ന് വരെ ഇത് ഉപയോഗിക്കാം എന്നുള്ള അതിന്റെ ഒരു എക്സ്പയറി ഡേറ്റും കൃത്യമായി രേഖപ്പെടുത്തി വിതരണം ചെയ്യണം, ചട്ടം പാലിക്കണം എന്നുള്ളതാണ് ഉയരുന്ന ഒരു ആവശ്യം. അനു.